ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അടിപൊളി ഒരു കോളിഫ്ലവർ ബജ്ജിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് തന്നെ ഞാൻ കുറെ കോനാമ്പിച്ചൊക്കെ കാണിച്ച് മാമനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാമൻ കോളിഫ്ലവറിന്റെ തൊലിയും കോളിഫ്ലവറും പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കോളിഫ്ലവറിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മൾ അടുത്തോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്നെങ്കിൽ പൂരിയും കിഴങ്ങറിയും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും ആണ്. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവറിനകത്തോട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്വന്തം ഉപ്പാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ നമ്മൾ കരിണ്ടടിപ്പ് വെച്ച് നല്ലോണം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ കുട്ടനെ നമ്മളൊരു പാത്രത്തിലേക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ നല്ലോണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ മാവിഷ്ണുവിൻ്റെ കടലമാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാവിഷ്ണുവിൻ്റെ കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ്. അതിനുശേഷം നമ്മുടെ മഞ്ഞളിൻ്റെ മഞ്ഞപ്പൊടിയാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പാത്രത്തിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ കിടന്ന് കുറെ കോനാമ്പിച്ചെല്ലാം കാണിച്ചതിന് ശേഷം നമ്മുടെ മാവിഷ്ണുവിൻ്റെ കടലമാവ് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി എൻ്റെ കൈയുടെ ഊപ്പാട് വരെ വന്ന് അങ്ങനെ നമ്മൾ ഇളക്കി നല്ലപോലെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജി മുക്കി കഴിക്കാൻ വേണ്ടി ചട്നിയാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് സവാള ഉള്ളിയാണ്. അതിനുശേഷം നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ തക്കാളിയാണ്. ഗൈസ്, അപ്പോൾ ആരും വിചാരിക്കരുത് എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതിൻ്റെ അഹങ്കാരമാണ്. അതിനുശേഷം നമ്മൾ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉപ്പും പഞ്ചസാരയും വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ജാറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് നമ്മൾ മാവിലേക്ക് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പാനകത്തോട്ട് നമ്മൾ പാം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ സ്കൂൾ തുറക്കുന്നവരെ നിങ്ങൾ തന്നെ സഹിച്ചാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സഹിക്കേണ്ടി വരും. അതിനുശേഷം കരുവേപ്പിലയും നമ്മൾ എണ്ണയിലിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കുവാണ്. ഗൈസ്, കരുവേപ്പില എന്തിനാണ് മൊരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അതിനുശേഷം നമ്മുടെ കോളിഫ്ലവർ ബജ്ജി നമ്മൾ നല്ലോണം മാവിലോട്ട് മുക്കി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ എന്താ ഒരു രസം, ആഹാ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി എണ്ണ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ബജ്ജി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തിന്നുന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഞാൻ തിന്ന് നോക്കിയ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. നല്ല ക്രിസ്പി ആയിരുന്നു. കടിച്ച് തിന്നുമ്പോൾ എന്തോ ഒരു സുഖമാണെന്ന് നിങ്ങൾക്ക് അറിയാവൂ ഗൈസ്. സൂപ്പർ ആയിരുന്നു ഗൈസ്. അപ്പം മാമൻ്റെ കൈ പോകുന്ന വലുതിലോട്ട് മാത്രമായിരുന്നു ഗൈസ്. അപ്പോൾ ഗുണ്ട ചന്തയിൽ പോയി അടി ഉണ്ടാക്കി അവിടെ നിന്ന് തല്ലും മേടിച്ചുകൊണ്ടാണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ റെസ്റ്റിലാണ്. ഗുളികയെല്ലാം കഴിക്കുന്നുണ്ട്. കുറേ പൊട്ടലൊക്കെ ഉണ്ട് അവിടെ ഇവിടെ. ഗൈസ്, അപ്പോൾ മാമൻ ഇവിടെ കരുവേപ്പില തീറ്റി മത്സരമാണ് നടത്തുന്നത്. തണ്ടിനെ പോലും വെറുതെ വിടാതാണ് ഗൈസ് തിന്നുന്നത്. ഞങ്ങളുടെ ഗുണ്ടയായിട്ട് തീറ്റ മത്സരം വെച്ച് ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. ഗൈസ്, അപ്പോൾ ഗുണ്ടയായിട്ട് തീറ്റ മത്സരം വെക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പുറത്തെ വീട്ടിലെ പുതിയൊരു അതിഥി കൂടെ വന്നിട്ടുണ്ട്. പേര് ലിയോദാസ് എന്നാണ് ഗൈസ്. നമ്മുടെ ലിയോദാസ് ബജ്ജി എടുത്തുകൊണ്ട് ഒറ്റ ഓട്ടം ഓടി ഗൈസ്. ഇനി നമ്മുടെ അച്ചാമ്മയുടെ എൻട്രിയാണ്. ഇതാ ഏറ്റവും നല്ല